ഹലോ ഗൈസ്. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ സ്വന്തം വിൻഡോസ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ഗൂഗിൾ തന്നെ കൊണ്ടുവന്നതാണ് ഗൂഗിൾ പ്ലേ ഗെയിംസ്. ഇതൊരു ബീറ്റ വേർഷനാണ്. ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും വളരെ കുറച്ചാണ്. ഇൻ ഫ്യൂച്ചർ ആപ്ലിക്കേഷൻസ് അധികം വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റിക്വയർമെൻ്റ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, ഗൂഗിൾ പ്ലേ ഗെയിംസ് ബീറ്റ എന്ന് ഗൂഗിൾ പ്ലേ ഗെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു ലിങ്ക് വരും. ഫസ്റ്റ് ലിങ്ക് ഇതായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ട് ഇതാവും. ഇവരുടെ തന്നെ പേജാണ്. ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സ് ഇവിടെ കാണിക്കും. ഓക്കെ, ഇതൊരു 10 MB ഉള്ള ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡൗൺലോഡ് ലൊക്കേഷനിലോട്ട് ഡീഫോൾട്ട് ഡൗൺലോഡ് ലൊക്കേഷൻ എവിടെയാണോ അവിടെയാണോ പോയിരിക്കും. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ സിങ്ക് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കളിക്കുന്ന ഗെയിംസ് ആൻഡ്രോയിഡ് ഫോണിലായിരിക്കും. ആ സെയിം ഗെയിമിൻ്റെ പ്രൊഫൈൽ ഇവിടെയും സിങ്ക് ആവാൻ വേണ്ടി അവിടെ ഏത് ജിമെയിൽ അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് ആ സെയിം തന്നെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യണം. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. അതിന് മുൻപ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിൽ ടാസ്ക് ബാറിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാം. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് എടുക്കുക. അവിടെ നമ്മൾ CPU ക്ലിക്ക് ചെയ്യാം. CPU ക്ലിക്ക് ചെയ്യുമ്പോൾ സമയത്ത് ഇവിടെ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വിർച്വലൈസേഷൻ എനേബിൾഡ് ആണോ ഡിസേബിൾഡ് ആണോ നോക്കുക. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വിർച്വലൈസേഷൻ എനേബിൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഡിസേബിൾ ചെയ്യാം. ഈ വിർച്വലൈസേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ OSൻ്റെ ഉള്ളിൽ, ഈ വിൻഡോസിൻ്റെ ഉള്ളിൽ വിർച്വലായിട്ട് മെഷീൻസ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വിർച്വലൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വിർച്വലൈസേഷൻ്റെ ബേസിക്. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഉണ്ട് എങ്ങോട്ടാണ് ഇൻസ്റ്റാളർ ലൊക്കേഷൻ എന്ന് പറയുക. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ടിങ് ഇൻസ്റ്റലേഷൻ ആണ് കാണിക്കുന്നത്. കണ്ടോ, ഫയൽസ് ഡൗൺലോഡിങ് ആണ്. ഈ ഡൗൺലോഡ് ഫയൽസ് എല്ലാം ആയതിനു ശേഷം അതിൽ ഇൻസ്റ്റാൾ ആവും കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസ് അല്ല, ഷോർട്ട് കട്ട്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. ഇതൊക്കെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാണിക്കുന്നത്. നമുക്കിവിടെ സെർച്ച് ബട്ടണിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് കാറ്റഗറി അനുസരിച്ച് സെലക്ട് ചെയ്യാനാണ്. അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു പരിധി വരെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ചുരുക്കം ആപ്ലിക്കേഷൻസും എന്താ പറയുക മാത്രമേ ഉണ്ടാവുള്ളൂ, ആപ്ലിക്കേഷൻസും ഗെയിംസും. ഇതിൽ ഇവിടെ നമ്മൾ ലൈബ്രറി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്, ക്ലാഷ് ഓഫ് ക്ലാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഫാം ഹീറോസ് ആകെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ്. ക്ലാഷ് ഓഫ് ക്ലാൻസ് വളരെ ചുരുക്കം ടൈമിലേ ഉള്ളൂ ഓപ്പൺ ചെയ്യാറുള്ളൂ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും ടൈം എടുക്കും, ഗെയിം ഓപ്പൺ ആവും. നമ്മൾ പണ്ട് ചെറിയ സ്ക്രീനിൽ മൊബൈലിൽ കണ്ടുകൊണ്ടിരുന്ന ആപ്ലിക്കേഷൻസൊക്കെ വലിയ സ്ക്രീനിൽ നമുക്ക് എന്താ പറയുക സൂം ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. കുറേ നാളായി ഇത് ഓപ്പൺ ചെയ്തിട്ട്. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ക്ലാഷ് ഓഫ് ക്ലാൻസ് സ്ക്രീൻ നിൽക്കുന്നത്. ഇനി ഇപ്പോൾ എന്തൊക്കെയോ വന്നിട്ടുണ്ട് അറിയില്ല കേട്ടോ. ഇപ്പോൾ എന്തൊക്കെ പുതിയ ഐറ്റംസ് എന്തൊക്കെയാണ് വന്നേക്കണം എന്നുള്ളതൊന്നും അറിയില്ല. ട്രഷറിൽ എന്തുണ്ട്, ട്രഷറിലൊന്നുമില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ടൊക്കെ ഇവിടെ പോയോ. ഇതാണ് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതുപോലെ തന്നെയാണ്. എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ക്ലോസ് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ വരും. ഇത്രയുമാണ് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് വിൻഡോസ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ. അല്ലാതെ ഒരുപാട് എമുലേറ്റേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫോണിൽ ചെയ്യാം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് തന്നെ ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിൽ. പക്ഷേ ഇത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് രണ്ട് ഫോണിലെയും നമ്മുടെ ഈ ആപ്ലിക്കേഷനിലെയും ആൻഡ്രോയിഡ് പ്ലേ ഗെയിംസ് ബീറ്റ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസിലെയും പ്രൊഫൈൽസ് എല്ലാം സിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.